എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ചില പ്രധാന പോയിന്റുകളെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ എൻ്റെ വരവ്. അതായത് ആദ്യം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. കേരള രാഷ്ട്രീയത്തിൻ്റെ അച്ചുതണ്ട് ഒടിയുകയാണോ? അജയ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇരട്ടച്ചങ്കന്റെ കോട്ടകളിൽ വിള്ളൽ വീണോ? എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം ഒന്നടങ്കം ഒരുപോലെ സ്തംഭിച്ചു നിൽക്കുകയാണ്. മന്ത്രിമാരടക്കം വിറയ്ക്കുന്നു, വിശ്വസ്തർക്ക് അടിതെറ്റുന്നു. അധികാരത്തിന്റെ അഹങ്കാരത്തിന് ജനങ്ങൾ നൽകുന്ന ഷോക്ക് ട്രീറ്റ്മെന്റ് ആണോ ഇത്? മുഖ്യന്റെ മരുമകൻ എന്ന പദവിയിൽ സർവപ്രതാപിയായി വാഴുന്ന മുഹമ്മദ് റിയാസിന്റെ പ്രതിച്ഛായയ്ക്ക് ഇന്ന് പുല്ലുവിലയാണോ? ധനമന്ത്രി ബാലഗോപാലന്റെ കസേര തെറിക്കുമോ? LDFന് 7% വോട്ട് ചോർച്ച. ഇത് വെറുമൊരു സംഖ്യയല്ല, ഇതൊരു രാഷ്ട്രീയ ഭൂകമ്പം തന്നെയാണ്. മറുവശത്തേക്ക് നോക്കാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി താമര വിരിയുമോ? രാജീവ് ചന്ദ്രശേഖറും ശോഭയുമൊക്കെ ചരിത്രം കുറിക്കുമോ? UDFന്റെ നിലപാടുകൾ എവിടെ നിൽക്കുന്നു? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ആ നിർണായക പോരാട്ടത്തെക്കുറിച്ചാണ്. ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഭരണകൂടത്തിന്റെ ദയനീയ അവസ്ഥയിലേക്കും മാറി ചിന്തിക്കുന്ന കേരളത്തിന്റെ മനസ്ഥിതിയിലേക്കും നമുക്ക് ഒന്ന് വിശദമായി തന്നെ നോക്കാം. വീഡിയോ മുഴുവനായും കാണുക, കാരണം ഇതിൽ ഓരോ മണ്ഡലത്തിലെയും ഞെട്ടിക്കുന്ന കണക്കുകളാണുള്ളത്. LDF ഇന്ന് വെള്ളം കുടിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളം കണ്ടത് സമാനതകളില്ലാത്ത അഴിമതി ആരോപണങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിഴലിലാക്കിയ സ്വർണ്ണക്കടത്ത് മുതൽ മാസപ്പടി വിവാദം വരെ ശബരിമല സ്വർണ്ണ കൊള്ള വരെ ജനമനസ്സുകളിൽ വലിയ മുറിവുണ്ടാക്കി. ഒരു കാലത്ത് കണക്ക് ചോദിക്കാതെ വോട്ട് നൽകിയ ജനങ്ങൾ ഇന്ന് ഓരോ രൂപയുടെയും കണക്ക് ചോദിക്കുകയാണ്. 7% വോട്ട് ചോർച്ച എന്നത് CPMനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. കേഡർ വോട്ടുകൾ എന്നവർ അഹങ്കരിച്ചിരുന്ന അടിത്തറ ഇളകിയിരിക്കുന്നു. ഇതിന് പ്രധാന കാരണം അമിതമായ ഭരണത്തുടർച്ച നൽകിയ ധാർഷ്ട്യമാണ്. ഞങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ കൂടെ ഉണ്ടാകുമെന്നൊരു തെറ്റായ ചിന്താഗതിയുടെ പതനമാണിത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുമ്പോഴും ധൂർത്ത് തുടരുന്ന സർക്കാരിനെതിരെ സാധാരണക്കാരൻ പോളിംഗ് ബൂത്തിൽ മറുപടി നൽകി എന്ന് വേണം കരുതാൻ. എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇനി നേരെ മന്ത്രി മുഹമ്മദ് റിയാസിലേക്ക് വരാം. ഈ പേരിന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചാ വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിൽ പാർട്ടിയിലും ഭരണത്തിലും റിയാസിന് ലഭിച്ച അമിത പ്രാധാന്യം വലിയൊരു വിഭാഗം CPM പ്രവർത്തകരെ പോലും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. മരുമകൻ ഭരണത്തിന് പുല്ലുവില എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയോ? റിയാസിന്റെ നിയോജക മണ്ഡലത്തിലടക്കം സ്വാധീന മേഖലകളിലെല്ലാം തന്നെ ആ ഒരു തിരിച്ചടി ഈ സംശയത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. അവിടെയെല്ലാം UDFനാണ് മുൻതൂക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിൽ വലിയ വിപ്ലവം നടത്തുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും റോഡുകളുടെ ശോചനീയാവസ്ഥയും ടോൾ പിരിവും ജനങ്ങളെ വലയ്ക്കുന്നുണ്ട്. യുവാക്കൾക്കിടയിൽ റിയാസിനുണ്ടായിരുന്ന സ്വാധീനം വലിയ തോതിൽ ഇടിഞ്ഞതായും സർവേകൾ സൂചിപ്പിക്കുന്നു. അതെ, കുടുംബവാഴ്ച ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ മാത്രം ഉന്നയിച്ചിരുന്ന CPM ഇന്ന് സ്വന്തം പാളയത്തിലെ കുടുംബവാഴ്ചയ്ക്ക് മറുപടി പറയേണ്ടി വരികയാണ്. ഇത് ഭരണവിരുദ്ധ വികാരത്തിന് ആക്കം കൂട്ടി. ധനമന്ത്രി KN ബാലഗോപാലിന് എക്സിറ്റ് പോളുകളിൽ നേരിടേണ്ടി വരുന്ന തിരിച്ചടി കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയുടെ നേർചിത്രമാണ് കാണിക്കുന്നത്. അവിടെയും UDFനാണ് മുൻതൂക്കം. പെൻഷൻ മുടങ്ങുന്നത് മുതൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം വരെ ബാലഗോപാലിന്റെ നയങ്ങളുടെ പരാജയമായി ജനങ്ങൾ കാണുന്നു. നികുതി ഭാരം വർദ്ധിപ്പിച്ചതും വെള്ളക്കരം, വൈദ്യുതി നിരക്ക് എന്നിവ കൂട്ടിയതും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ തകർത്തു. ഖജനാവ് കാലിയാണ്, പക്ഷെ ആഘോഷങ്ങൾക്ക് യാതൊരു കുറവും കാണുന്നില്ല. ഈ ഒരു നയം ജനങ്ങളെ പ്രകോപിപ്പിച്ചു. ബാലഗോപാൽ പ്രതിനിധാനം ചെയ്യുന്ന മേഖലകളിൽ പോലും LDFന് തിരിച്ചടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ UDF ആണ് മറ്റൊരു പ്രതീക്ഷയായി കാണുന്നത്. ഇനി നമുക്ക് മണ്ഡലങ്ങളിലേക്ക് വരാം. തൃത്താല കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടം. MP രാജേഷിനെ പോലെ ഒരു കരുത്തിനെ ഇറക്കി പിടിച്ചെടുത്ത തൃത്താലയിൽ VT ബൽറാമിന് വ്യക്തമായ മുൻതൂക്കം ലഭിക്കുന്നു എന്നത് LDFന്റെ ഉറക്കം കെടുത്തുന്നു എന്ന് വേണം കരുതാൻ. രാജേഷ് മന്ത്രിയായ ശേഷവും മണ്ഡലത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നില്ലെന്ന പരാതി ജനങ്ങൾക്കിടയിലുണ്ട്. ബൽറാമിന്റെ യുവത്വവും സോഷ്യൽ മീഡിയയിലെ സ്വാധീനവും അവിടെ UDFന് ഗുണകരമാകുന്നു. എന്നാൽ ഇതിനേക്കാൾ വലിയ പ്രകമ്പനം സൃഷ്ടിക്കുന്നത് നിയമത്തെ ഫലമാണ്. BJPയുടെ രാജീവ് ചന്ദ്രശേഖറിന് അവിടെ മേൽക്കൈ ലഭിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ എക്സിറ്റ് പോളിൽ നിന്നും മനസ്സിലാക്കാൻ. കേരള ചരിത്രത്തിൽ BJPക്ക് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണത്. തിരുവനന്തപുരം ജില്ലയിൽ BJP നടത്തുന്ന നീക്കങ്ങൾ ഫലം കാണുന്നുണ്ട്. വികസനവും മോദി ഗ്യാരണ്ടിയും ഉയർത്തിക്കാട്ടി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രചാരണം നിഷ്പക്ഷ വോട്ടർമാരെ
തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രവചനങ്ങളെ കാറ്റിൽ പറത്തുന്ന ഫലങ്ങളാണ് വരാനിരിക്കുന്നത്. തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ, പാലക്കാട് എന്നിവിടങ്ങളിൽ BJP നടത്തുന്ന ശക്തമായ മത്സരം ഇടത് വലത് മുന്നണികളെ ഒരുപോലെ ഭയപ്പെടുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്കിൽ കൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കുമ്പോൾ LDF ഇനി ഒരു തിരിച്ചുവരവില്ല എന്നും അതുപോലെ തന്നെ UDFനാണ് ഇനി സാധ്യതയെന്നും മനസ്സിലാക്കുന്നു. BJP അക്കൗണ്ട് തുറക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ക്രിസ്ത്യൻ വോട്ടുകളിൽ ഉണ്ടായ വിള്ളലും ഹിന്ദു വോട്ടുകളുടെ ഏകീകരണവുമാണ് NDAക്ക് വലിയ കരുത്തായത്. BJP വിജയിച്ചാലും ഇല്ലെങ്കിലും അവരുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടാകുന്ന വമ്പിച്ച വർധനവ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകുമെന്ന് പറയുന്നുണ്ട്. കേരളം ഒരു ദ്വികക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും ത്രികോണ രാഷ്ട്രീയത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി UDFന്റെ കാര്യത്തിലേക്ക് വരാം. UDFന് ഈ എക്സിറ്റ് പോൾ ഫലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വമ്പിച്ച ഒരു മുന്നേറ്റം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ക്ഷീണം അവർ മാറ്റും. LDFിൽ നിന്ന് ചോരുന്ന വോട്ടുകൾ മുഴുവനായി തങ്ങളുടെ പെട്ടിയിൽ വീടുനിന്നുറപ്പിക്കാൻ UDFന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ BJPയുടെ വളർച്ച കോൺഗ്രസിനും വലിയ ഭീഷണിയാണ്. ഇതൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിലെ നിലവിലെ സ്ഥിതിഗതികൾ. എന്തെങ്കിലും സർക്കാരിനെതിരെയുള്ള ജനരോഷം പലയിടത്തും UDFന് മുൻതൂക്കം നൽകുന്നു. ഇത് UDFന്റെ മികവ് കൊണ്ട് തന്നെയാണെന്നും നമുക്ക് മനസ്സിലാക്കാം. കാരണം VD സതീശൻ ഉയർത്തിക്കാട്ടിയ ഒരുപാട് മുന്നേറ്റങ്ങൾ UDFനെ തുണച്ചിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വിശ്വാസം നിലനിർത്താൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. ഭൂരിപക്ഷ വോട്ടുകൾ NDAയിലേക്ക് ചോരുന്നത് LDFനും UDFനും തിരിച്ചടിയുമാണ്. UDF വലിയ പുകഴ്ത്തലുകൾക്ക് അർഹരല്ല എന്ന് പറയുമ്പോഴും അവർക്ക് വ്യക്തമായൊരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കേവലം ഭരണവിരുദ്ധതയിൽ മാത്രം അവർ അഭയം പ്രാപിക്കുന്നു എന്നൊരു പോരായ്മ അവർക്കുണ്ട്. എന്നാലും കേരളം ഇത്രയും വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി പരിശോധിക്കാം. ഒന്നാമത് പിണറായിയുടെ അപ്രമാദിത്വം തന്നെയാണ്. പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി പിണറായി വിജയൻ മാറിയത് ഒരു വിഭാഗം പ്രവർത്തകരിൽ പോലും അതൃപ്തി ഉണ്ടാക്കി. അതുപോലെ കിറ്റും പെൻഷനും കഴിഞ്ഞ തവണ ഭരണ തുടർച്ച നൽകിയ കിറ്റ് രാഷ്ട്രീയം ഇത്തവണ വിലപ്പോയില്ല. പെൻഷൻ കുടിശ്ശിക ജനങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ പോലീസ് രാജ്, കേരളത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളും ഗുണ്ടായിസവും സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കിയത് തന്നെ വേണം പറയാൻ. പിന്നെ മറ്റൊന്ന് വികസന മുരടിപ്പ്. കേരളയിൽ പോലെയുള്ള പദ്ധതികൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കി. ഈ കാരണങ്ങളെല്ലാം കൂടി ചേർന്നാണ് LDFനെ ഇന്ന് വെള്ളം കുടിപ്പിക്കുന്നത്. കേന്ദ്രത്തിൽ ഒരു പ്രതീക്ഷയില്ലെങ്കിൽ കൂടി UDFന് ഇത്തവണ കേരളം എന്തായാലും ഉറപ്പിച്ച മട്ടുമാണ്. അതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 71 അല്ലെങ്കിൽ 76ഓളം സീറ്റാണ് UDFന് ലഭിക്കാൻ സാധ്യതയുള്ളത്. അതേസമയം LDF ആകട്ടെ 60-ൽ താഴെയുമായിരിക്കുമെന്നും പറയുന്നുണ്ട്. സകല സിംഹാസനങ്ങളും തകർന്നടിയും. അതുപോലെ BJPയുടെ മുന്നേറ്റം കേരളത്തിലെ ജനാധിപത്യ ബോധത്തിൽ വലിയൊരു മാറ്റം സൂചിപ്പിക്കുന്നു. ഇത് ഭരണകൂടത്തിനുള്ള താക്കീതാണ്. അധികാരത്തിന് തണലിൽ എന്തുമാകാമെന്ന് കരുതിയവർക്ക് ജനങ്ങൾ നൽകുന്ന ശക്തമായ മറുപടിയാണിത്. മന്ത്രിമാരുടെ നെഞ്ചിടിപ്പ് എന്തായാലും കൂടിയിട്ടുണ്ട്. തങ്ങളുടെ കോട്ടകൾ സുരക്ഷിതമാണോ എന്ന് അവർ ഓരോ നിമിഷവും ഇപ്പോൾ ഭയപ്പെടുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് തന്നെയായാലും ഒരു പാഠമായിരിക്കും. ജനങ്ങളെ മറന്നുകൊണ്ട് നടത്തുന്ന ഒരു ഭരണവും അധികകാലം വാഴില്ല. എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ? LDFന്റെ ഈ തകർച്ചയ്ക്ക് കാരണം പിണറായി വിജയന്റെ നയങ്ങളും ധാർഷ്ട്യവുമാണോ? അതോ UDF ഇത്തവണ ഒരു പുതിയ മാറ്റം കുറിക്കുമോ? അവർ ചരിത്ര വിജയം നേടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവചനങ്ങളും എത്ര സീറ്റ് 3 മുന്നണികളും നേടുമെന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കൊടുക്കൂ. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.